ഒരു കൊച്ചു വെള്ളപ്പൂവിൻ്റെ വസന്തകാല ചരിത്രം 12. ആവിലാരാം കോളയാട്. സ്നേഹോപാസന. സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നടന്നെടുക്കുവാൻ സുഗമമായ പാതയാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ നമുക്ക് തുറന്നു തന്നിരിക്കുന്നത്. 11-ാം പിയൂസ് മാർപ്പാപ്പ വിശുദ്ധ കൊച്ചു ത്രേസ്യയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് ഇത്. സ്നേഹമല്ലാതെ മറ്റൊന്നും ഒരിക്കലും ഞാൻ നല്ല ദൈവത്തിന് കൊടുത്തിട്ടില്ല എന്ന് പ്രഘോഷിക്കുവാൻ സാധിക്കും വിധം ആധ്യാത്മികതയുള്ള സ്നേഹത്തിൻ്റെ ഉപാസന. അതാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ജീവിതം. സ്നേഹം അതിൻ്റെ ത്രിമാനത്തോടെ ദൈവസ്നേഹം, പരസ്നേഹം, പ്രപഞ്ചത്തോടുള്ള സ്നേഹം സമഗ്രമായി ജീവിതത്തിൽ പ്രകാശിപ്പിച്ചവളാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ. ആരും ഇതുവരെ ഈശോയെ സ്നേഹിച്ചിട്ടില്ലാത്ത വിധത്തിൽ എനിക്ക് ഈശോയെ സ്നേഹിക്കണം, എല്ലാവരെ കൊണ്ടും ഈശോയെ സ്നേഹിപ്പിക്കണം. ജീവിത സായാഹ്നത്തിൽ ഈ സ്നേഹബന്ധത്തെക്കുറിച്ച് അവൾ പറയുന്നത്, എൻ്റെ ദൈവമേ, അങ്ങയെ സ്നേഹിക്കണമെന്നല്ലാതെ വേറൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്ന് അങ്ങേക്കറിയാമല്ലോ. ബാല്യം മുതൽക്കേ അങ്ങയുടെ സ്നേഹം എന്നിൽ പ്രാബല്യം നേടി, അതെന്നോടൊപ്പം വളർന്നു. ഇപ്പോൾ അത് മഹാസമുദ്രമായി പരിണമിച്ചിരിക്കുന്നു. ദൈവസ്നേഹത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയ വിശുദ്ധ കൊച്ചു ത്രേസ്യയ്ക്ക് ബോധ്യമായി, ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ സഹോദരങ്ങളെ സ്നേഹിക്കുക എന്നാണ് അർത്ഥം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. ഈശോയുടെ ഈ കൽപ്പനയെ മാനദണ്ഡമാക്കി ഈശോ സ്നേഹിച്ചതുപോലെ കൂടെയുള്ളവരെ സ്നേഹിക്കാൻ അവൾ ശ്രമിച്ചു. ഈ സ്നേഹം കർമ്മല മഠത്തിൻ്റെ 4 ഭിത്തികൾക്കുള്ളിൽ മാത്രം അവൾ ഒതുക്കിയില്ല. 15-ാം വയസ്സിൽ കാർമലിൽ പ്രവേശിച്ചതിനു ശേഷം പുറം ലോകം കാണാത്ത ഇവൾ അഖില ലോക മിഷൻ മധ്യസ്ഥയായി 11-ാം പിയൂസ് മാർപ്പാപ്പയാൽ പ്രഖ്യാപിക്കപ്പെട്ടവളുമാണ്. വിശുദ്ധ കൊച്ചു ത്രേസ്യ കർമ്മല മഠത്തിനുള്ളിലായിരുന്നുവെങ്കിലും അവളുടെ ഹൃദയവും മനസ്സും ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹത്താൽ വിദൂര മിഷൻ പ്രദേശങ്ങളിലും ലോകത്തിൻ്റെ എല്ലാ അതിർത്തികളിലും ചുറ്റി സഞ്ചരിച്ചിരുന്നു. 14-ാം വയസ്സിലെ അവളുടെ പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്തത്തിൻ്റെയും ഫലമാണ് കൊലപാതകിയായ ഹെൻറി ഫ്രാൻസിനിയുടെ മാനസാന്തരം. പാപികളുടെ മാനസാന്തരത്തിനും വൈദികരുടെ വിശുദ്ധീകരണത്തിനും പ്രാർത്ഥനാപൂർവം പരിശ്രമിക്കുന്നതിന് ജീവിതം സമർപ്പിച്ച വിശുദ്ധ കൊച്ചു ത്രേസ്യ ക്രൂശിതനായ ഈശോയുടെ എനിക്ക് ദാഹിക്കുന്നു എന്ന നിലവിളി നിരന്തരം അവളുടെ കാതുകളിൽ ശ്രവിച്ചിരുന്നു. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ പ്രകൃതി സ്നേഹവും ഏറ്റവും ഹൃദയസ്പർശിയാണ്. അവളുടെ ആത്മകഥയിലെ ഓരോ താളുകളിലും എത്രയോ മനോജ്ഞമായാണ് പുൽനാമ്പു മുതൽ ഗിരിശൃംഗങ്ങൾ വരെയുള്ള പ്രപഞ്ച വസ്തുക്കളെ വർണ്ണിച്ചിരിക്കുന്നത്. മണൽത്തരി പോലും അതിൽ നിന്ന് ഒഴിവായിട്ടില്ല. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ഹൃദയാന്തരാളത്തിൽ നിന്നും ഉതിർന്നു വീണ ഈ വർണ്ണനകളിൽ അവളുടെ ആത്മാവിൻ്റെ, മനസ്സിൻ്റെ തനി നിറം തന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുക. സ്വർഗീയമായ പ്രകൃതി സ്നേഹം. പ്രിയപ്പെട്ട വായനക്കാരെ, അടുത്ത ലക്കത്തോടെ ഒരു കൊച്ചു വെള്ളപ്പൂവിൻ്റെ വസന്തകാല ചരിത്രം എന്ന പംക്തി അവസാനിക്കുമ്പോൾ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ഒരേയൊരു ആഗ്രഹം നമ്മിൽ തുടരുവാൻ നമുക്ക് ശ്രമിക്കാം. ഈശോയെ സ്നേഹിക്കുക, എല്ലാവരെ കൊണ്ടും ഈശോയെ സ്നേഹിപ്പിക്കുക. അങ്ങനെ ജീവിതം സ്നേഹോപാസനയാകുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടുന്ന പ്രേക്ഷിത ദൗത്യത്തിൽ നമുക്കും പങ്കുകാരാകാം. വിശുദ്ധ കൊച്ചു ത്രേസ്യ ഓർമ്മിപ്പിക്കുന്നത് പോലെ നമ്മുടെ ഏതവസ്ഥയിലും ദൈവം എന്നെ സ്നേഹിക്കുന്നു, പരിപാലിക്കുന്നു, സംരക്ഷിക്കുന്നു, കരുതുന്നു എന്ന അവബോധവും അനുഭവവും നമ്മുടെ സ്നേഹോപാസനയെ പരിപോഷിപ്പിക്കട്ടെ. ജീവിതം സ്നേഹോപാസനയാകട്ടെ. തുടരും.